എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗണിറ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറ്റുന്നത്രയും ഷെയർ ചെയ്യുക. കാര്യം നമ്മൾ 25 വർഷത്തെ PSC ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാത്സിൻ്റെ ഓരോ പോർഷൻ ബേസ്ഡ് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറേയധികം സമയമെടുക്കും. കുറച്ച് സമയമെടുക്കും, നിങ്ങൾക്കും അറിയാം. അത് മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് ഓരോ ആഴ്ചകളിലും ഓരോ 10 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ക്വസ്റ്റ്യനോ ഒക്കെ ആക്കി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും നമുക്ക് മാക്സിമം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടിയാൽ മാത്രമേ പിന്നീട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സംശയമുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഇട്ടേക്കുക. അത് നമ്മുടെ മെയിലിലേക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എൻ്റെ നമ്പർ കിടപ്പുണ്ട്. വാട്സാപ്പ് മാത്രമേ ഉള്ളൂ. അത് ചെയ്താലും നമുക്കത് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചില ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെ വരുമോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റിലേക്ക് തുടങ്ങാം. ചോദ്യം വായിക്കുക. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:2 ആകുന്നു. ചതുരത്തിൻ്റെ ചുറ്റളവ് 140 സെൻറ്റിമീറ്റർ ആയാൽ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? ഞാനിത് 2 തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ആദ്യം ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള എക്സ് ഒക്കെ ആയിട്ടുള്ള മെത്തേഡ്, പിന്നെ അല്ലാതെ ഷോർട്ട് മെത്തേഡ്. അപ്പോൾ എക്സ് ഒക്കെ ഉള്ള മെത്തേഡ് ചെയ്യുന്നത് ഞാൻ ഇതിനുമ്പം പറഞ്ഞതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, മാത്സ് ഒരുപാട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എക്സ് ഒക്കെ ചെയ്യുന്നത്. അവരും ഞാൻ അത് കഴിഞ്ഞ് ചെയ്യുന്ന ഫാസ്റ്റ് മെത്തേഡിലോട്ട് മാറാൻ ശ്രമിക്കണം. കാര്യം കോമ്പറ്റേറ്റീവ് മാത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനത് കാണിക്കുന്നത്. അതിനു മുമ്പ് ഈ ഓരോ തവണ ഞാൻ പലതിൻ്റെ ഇക്വേഷൻ കാണിക്കുന്നത്, നിങ്ങൾ പലതവണയും ഇക്വേഷൻ ഇങ്ങനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ചതുരം എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. എന്താണ് ചതുരം? ചതുരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അറിയാം, ഒരു നീളവും വീതിയൊക്കെ ഉണ്ട്. നീളം കൂടിയ വശത്തിന് നീളം എന്ന് പറയും, ലെങ്തിയസ്റ്റ് ഓഫ് സൈഡ്സ്. രണ്ടാമത്തത് ബ്രെഡ്ത്ത് എന്ന് പറയും. വിഡ്ത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വീതി എന്ന് പറയുന്നത് നമുക്ക് അറിയാം. അപ്പം ബി എന്ന് പറഞ്ഞാൽ വീതിയാണ്, എൽ എന്ന് വെച്ചാൽ നീളമാണ്. പിന്നെ ഒരു വികരണം എന്ന് പറയുന്നുണ്ട്, ഡയഗണലിൻ്റെ ഡി ആണ് നമ്മൾ സിമ്പിളായിട്ട് കാണിക്കുക. ഇതാണ് 3 അളവുകൾ ഇവിടെ ഉള്ളത്. അപ്പം നീളം, വീതി, വികരണം. നമുക്കിനി വേണ്ട ഒന്നാമത്തെ ഇക്വേഷൻ എന്താണെന്നറിയാലോ. നമ്മൾ പറയുന്നത് ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താണ്? 2 × L+B എന്നാണ് ചുറ്റളവിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത എന്താണ്? പരപ്പളവ് അഥവാ വിസ്തീർണം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏരിയ എന്ന് പറയും. എന്താണ്? L×B എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. പിന്നെ നമ്മൾ പറയുന്ന വികരണം അഥവാ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇക്വേഷൻ √L² + B². ഇങ്ങനെയുള്ള ഇക്വേഷൻസ് പഠിച്ച ശേഷം വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ജോമെട്രി ചെയ്യുമ്പോൾ എപ്പോഴും ഇക്വേഷൻ്റെ ഒരു അഭാവം ഉണ്ടാകരുത്. ഇക്വേഷൻ അറിഞ്ഞിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ചുറ്റളവും പരപ്പളവും നമുക്ക് വേണം. ഏരിയയും പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ വേണ്ടതാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻ ഇത്രയും മനസ്സിൽ വെച്ച ശേഷം ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:2 ആകുന്നു. ചതുരത്തിൻ്റെ ചുറ്റളവ് 140 സെൻറ്റിമീറ്റർ ആയാൽ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? ഈ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അംശബന്ധം പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് അംശബന്ധം എഴുതിയിടാം. എന്താണ്? L/B 5:2. അപ്പം നമുക്കറിയാം, ഇങ്ങനെ അംശബന്ധം തരുമ്പോൾ നമുക്ക് ഇടുന്ന L എത്രയായിരിക്കാം? 5x ആയിരിക്കും. കാര്യം Lന് നേരെയുള്ള സംഖ്യ 5 ആണ്. അപ്പോൾ 5x ആണ്. B എന്നാണെങ്കിൽ എത്രയായിരിക്കും? 2 ആണ്. അപ്പോൾ 2x ആണ്. അപ്പോൾ ഈ 5x-ഉം 2x-ഉം വെച്ച് നമുക്ക് ഇപ്പോൾ ചുറ്റളവ് അല്ലേ, തന്നിരിക്കുന്നത് ചുറ്റളവാണ്. അപ്പോൾ നമുക്ക് ഈ 5x-ഉം 2x-ഉം വെച്ച് ചുറ്റളവിന് പിടിക്കും. എന്താണ് ചുറ്റളവിൻ്റെ ഇക്വേഷൻ? ചുറ്റളവ് എന്ന് വെച്ചാൽ 2 × L+B. അപ്പം ഞാനിവിടെ കണ്ട എല്ലിനും ബിക്കും പകരം വില കൊടുക്കുകയാണ്. 2 × ആ എല്ലിന് പകരം എത്ര കൊടുക്കാം? 5x എന്ന് കൊടുക്കാം. കണ്ട 5x + ബിക്ക് പകരം എത്ര കൊടുക്കാം? 2x എന്ന് കൊടുക്കാം. കണ്ട കൊടുത്തു. അതാണ് എത്ര? 140. കണ്ട = 140. ഇനി നമുക്കറിയാം 5x-ഉം 2x-ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടാം? 7x അല്ലേ. 7x × 2 ഇവ നമ്മൾ കൂട്ടുമ്പോൾ 7x ആണ്. × 2 ആകുമ്പോൾ 14x. ആ 14x ആണ് 140. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ × 14 നമുക്ക് അപ്പുറത്ത് കൊണ്ടുവരാം. അപ്പം 140/14. ഇപ്പം എത്ര ആണ്? എക്സ് എന്ന് വെച്ചാൽ എത്ര? ഈ 14 കൊണ്ട് വെട്ടിക്കളയാൻ നമുക്ക് കണ്ടോ ഒരു തവണ. ആ 0 കൂടി ഇടുമ്പോഴത്തേക്ക് എത്ര? 10 എന്ന് കിട്ടും. x = 10 കിട്ടിയോ? x 10 കിട്ടി. നമുക്കിനി എന്താണ്? നമുക്ക് ആ നീളവും വീതിയും കണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ നീളം. കണ്ടോ, ഇതാണ് നീളവേ. നീളം എന്ന് വെച്ചാൽ 5x എന്നാണ്. x 10 ആകുമ്പോൾ 5x എത്രയായിട്ട് മാറും? 5 × 10. അപ്പോൾ x എന്ന് വെച്ചാൽ 50. നീളം 50. ബി എന്നുള്ളത് വീതിയാണ്. ഇത് വീതിയാണ്.
വീതി 2x എന്നാണ്. 2 ഇൻറ്റു എക്സ്, ഇപ്പം 2 ഇൻറ്റു എക്സിൻ്റെ വില 10. ഇപ്പം 2 ഇൻറ്റു 10 എത്ര? 20 ഉണ്ടോ. അപ്പം നമുക്കിവിടെ നീളവും കിട്ടി, വീതിയും കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പരപ്പളവ്. എന്താണ് പരപ്പളവ്? എൽ ഇൻറ്റു ബി എന്നാണ് പരപ്പളവ്. എൽ എത്ര? 50 ആണ് അല്ലേ. ഇൻറ്റു ബി എത്ര? 20 ആണ്. 50 ഇൻറ്റു 20 എത്രയാണ്? 1000 ചതുരശ്ര സെൻറ്റിമീറ്റർ. വിസ്തീർണം പറയുമ്പോൾ എപ്പോഴും ചതുരശ്ര സെൻറ്റിമീറ്റർ, ചതുരശ്ര മീറ്റർ എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ. വ്യാപ്തമാണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ്. ഘന സെൻറ്റിമീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഘന മീറ്റർ എന്ന് പറയും. ബാക്കി ചുറ്റളവ്, പിന്നെ വശങ്ങൾ, ആരം, നീളം, വീതി, ഇങ്ങനെ എല്ലാ അളവുകളും സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിലേ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ബി ഓപ്ഷൻ ഉണ്ടല്ലേ, 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത്. ഇതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ചെയ്യുന്ന പരിപാടി. ഇതിന് നമുക്ക് ഷോർട്ട് മെത്തേഡ് ചെയ്യാം. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം നമുക്ക്. ഷോർട്ട് മെത്തേഡ് നോക്കി ചോദ്യം വീണ്ടും അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ക്വസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി ഇക്വേഷൻ പ്രാക്ടീസ് ആയിട്ട് മാത്രമേ ഈ ഷോർട്ട് മെത്തേഡിലോട്ട് വരാവൂ. ഇവിടെ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന 140 നമ്മൾ എഴുതിയിട്ടു കണ്ടോ. ഇനി എന്താണ് ഈ അംശബന്ധം? എത്ര? 5:2 എന്നാണ് അംശബന്ധം. ഇവിടെ ഇത് എല്ലാണെന്ന് നിങ്ങൾക്കറിയാം, ഇത് ബി ആണെന്ന് നിങ്ങൾക്കറിയാം ഉണ്ടോ. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചോണ്ട് ചുറ്റളവ് പറഞ്ഞു. എങ്ങനെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്? 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. എളുപ്പമാർഗ്ഗം എന്താ? ഈ 5ഉം 2ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടി? 7. അതിൻ്റെ ഇരട്ടി പറയുക എത്ര? 14. കണ്ട എളുപ്പം കണ്ടുപിടിച്ചുകൊണ്ട് ആ 14 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. കണ്ട ഇവിടെ ഡിവൈഡഡ് ബൈ 14. അപ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. കിട്ടിയുണ്ടോ? ഇനി ആ 10 കൊണ്ട് 2 പേരെ ഗുണിക്കണം. 5നെ ഗുണിക്കണം 10 കൊണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. 2നെ ഗുണിക്കണം 10 കൊണ്ട്. അപ്പോൾ എത്ര കിട്ടി? 20 കിട്ടി. അപ്പം നീളവും വീതിയും കിട്ടിയുണ്ടോ? ഇനി ചുറ്റളവിൻ്റെ നമുക്കിനി കണ്ടുപിടിക്കുന്നത് പരപ്പളവാണ്. ചുറ്റളവാണ് തന്നിരുന്നത്. നമുക്കിനി പരപ്പളവ് അഥവാ ഏരിയ. ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. കിട്ടിയ ആൾ തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. 50 ഇൻറ്റു 20 എത്രയാണ്? 1000. കണ്ടോ നമ്മുടെ ആൻസർ ബി ഓപ്ഷൻ കിടക്കുന്നത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അത് നിങ്ങൾ ആദ്യം ഇക്വേഷൻ പ്രാക്ടീസ് ചെയ്ത് മെത്തേഡ് മനസ്സിലാക്കാതെ ചാടി കയറി ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ വലിയ മണ്ടത്തരമായി പോകും. ചോദ്യം വായിക്കുക. ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യമല്ലാത്ത കോൺ 80 ഡിഗ്രി ആയാൽ തുല്യമായ കോണുകളുടെ അളവെത്ര? നമ്മളിതും സാധാരണ എക്സ് ഒക്കെ ഇട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഷോർട്ട് മെത്തേഡിലും കാണിച്ചു തരും. ഞാൻ പറഞ്ഞു ഈ എക്സ് ഒക്കെ ഇട്ട് കാണിച്ചു തരുന്നത് ഇതിനും പറയുന്നു എന്താണ്, പലർക്കും മാത്സ് അറിയാത്തവരാണ്, അവർക്കാണ് ഈ ചെറിയ മെത്തേഡ് വലിയ മെത്തേഡ് കാണിച്ചു തരുന്നത്. പിന്നെ അവർക്ക് തന്നെ ഷോർട്ട് മെത്തേഡും കാണിക്കുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്ത് ഷോർട്ട് മെത്തേഡിൽ മാറുക. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ഈ സമപാർശ്വ ത്രികോണം? 2 വശങ്ങൾ ഇവിടെ കണ്ടോ, ഈ 2 വശങ്ങളും തുല്യമാണ്. അങ്ങനെ തുല്യമാകുമ്പോൾ അതിനോടനുബന്ധിച്ച താഴെയുള്ള 2 കോണുകളും തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇതെന്താണ്, ഇതെത്രയാണോ ഇത് വരുന്നത് ഇത് തന്നെയായിരിക്കും ഈ കോണും. മനസ്സിലായോ? അപ്പോൾ ഈ കോണാണ് തുല്യമല്ലാത്ത കോൺ എന്നറിയപ്പെടുന്നത്. ആ തുല്യമല്ലാത്ത കോൺ ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 80 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 2 കോണുകളും തുല്യമാണ്. അപ്പോൾ ഇതിന് ഞാൻ എക്സ് എന്ന് എടുത്താൽ ഇപ്പുറത്തും എന്തായിരിക്കും? ഈ എക്സ് എന്ന് തന്നെ ആയിരിക്കണം. ഇനി നിങ്ങൾക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പോൾ എന്നാലോചിച്ചേ, ഒരു എക്സ് ഡിഗ്രി ആദ്യം വന്നു അല്ലേ, ഇത് എക്സ് ഡിഗ്രിയാണ്. പിന്നെ അടുത്തത് എത്രയാണ്? ഇത് എക്സ് ഡിഗ്രിയാണ്. പിന്നെ ഇത് എത്രയാണ്? 80 ഡിഗ്രിയാണ്. അങ്ങനെ ഈ 3 ആളെ കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 180 ഡിഗ്രി എന്ന് കിട്ടാം. ഇനി നമുക്ക് ഈ എക്സും എക്സും കൂടെ കൂട്ടിയാൽ 2x എന്ന് വരും. പിന്നെയോ ഈ 80 അങ്ങനെ തന്നെ കാണിച്ചു, 180ഉം അങ്ങനെ തന്നെ കാണിച്ചു. ഇനി നമ്മൾ ഈ 2xനെ മാത്രം ഇവിടെ നിർത്തുകയാണ്, ഈ ആളെ മാത്രം. ഈ +80നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താ, അപ്പുറത്ത് 180 ഉണ്ട്, +80 അങ്ങോട്ട് പോകുമ്പോൾ -80 എന്നാവും ഇല്ലേ. 2x = 180ൽ നിന്ന് 80 കുറച്ചാൽ എത്ര കിട്ടും? 100 ഡിഗ്രി കിട്ടും. 2x ആണ് 100 ഡിഗ്രി. അപ്പോൾ എക്സ് എത്രയായിരിക്കും? ഈ × 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആകണം. അപ്പം 100/2, 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 50 എന്ന് കിട്ടാം. അപ്പോൾ ഈ 2 ആംഗിളും 50 ഡിഗ്രി 50 ഡിഗ്രി എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ സി ആണ്. കണ്ടോ, ഈ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ മെത്തേഡ് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങളൊരു സമപാർശ്വ ത്രികോണം വരയ്ക്കും. നമ്മൾ പറഞ്ഞ പോലെ ഇത് 2 എന്താണ്? തുല്യമായ വശങ്ങളാണ്. അപ്പോൾ ഈ 2 കോണുകളും എന്തായിരിക്കണം? തുല്യമായതായിരിക്കണം. ഇതാണ് തുല്യമല്ലാത്ത കോൺ. കണ്ടോ, അപ്പോൾ തുല്യമല്ലാത്ത കോൺ 80 ആണ്. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ 150 കിട്ടണം. ഇതിൽ ഒരാൾ 80 ആണ്. അപ്പോൾ ആ 80 അങ്ങോട്ട് കുറച്ച്
180ൽ നിന്ന് 80 കുറച്ചപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണല്ലോ 100 കിട്ടുന്നത്. ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 100 കിട്ടണം. ഇത് രണ്ടും തുല്യമാണ് എന്ന് വെച്ചാൽ ഈ 100നെ നേർ പകുതിയായിട്ട് വീതിച്ചു കൊടുത്താൽ പോരെ? എത്ര വെച്ച്? 50 50 എന്ന് വീതിച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് ഈ രണ്ട് കോണിൽ എത്ര വെച്ച് കിട്ടും? 50 50 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ അങ്ങനെ ചെയ്താലും മതി, തെറ്റൊന്നുമില്ല. 50 50 നമുക്ക് രണ്ട് കോണ് കിട്ടും. ഇനി അല്ലാണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. ചോദ്യം വായിക്കുക. 168 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധഗോളത്തിൻ്റെ ആകെ ഉപരിതല വിസ്തീർണം എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ അർദ്ധഗോളം എന്ന് പറയുന്ന ആളെക്കുറിച്ചൊന്ന് പഠിക്കാം. അർദ്ധഗോളം അഥവാ ഹെമിസ്ഫിയർ. ഞാനതിൻ്റെ പടം ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ആരം എന്ന് പറയുന്ന ഒരളവ് മാത്രമേ ഉള്ളൂ. അപ്പം ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന സിമ്പലാണ് കാണിക്കുന്നത്. ഇനി ആരത്തിൻ്റെ ഇരട്ടിയായിട്ടൊരാളുണ്ടായുള്ള പേരാണ് വ്യാസം, ഡയമീറ്റർ. ആരത്തിൻ്റെ ഇരട്ടിയായതുകൊണ്ട് 2r എന്നാണ് പറയുക. പിന്നെ രണ്ട് ഇക്വേഷൻ പഠിക്കാനുണ്ട്. എന്താണ്? ഒന്ന് വ്യാപ്തം അഥവാ വോളിയം. അതിൻ്റെ മലയാളം മറ്റൊരു വാക്കൂടെ ഉണ്ട്, ഉള്ളളവ് എന്നൊരു വാക്കൂടെ ഉണ്ട്. അതിനെ നമ്മൾ പറഞ്ഞ പേര്, അതിൻ്റെ ഇക്വേഷൻ 2/3 πr³ എന്നാണ്. ഇപ്പോൾ വ്യാപ്തം, ഉള്ളളവ് അഥവാ വോളിയം എന്ന് പറഞ്ഞാൽ 2/3 πr³ ആണ്. പിന്നെ ഉള്ളത് ആകെ വിസ്തീർണം അഥവാ ഉപരിതല വിസ്തീർണം, ആകെ പരപ്പളവ് എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ ടോട്ടൽ സർഫസ് ഏരിയ, അതാണ് TS എന്ന് എഴുതിയിരിക്കുന്നത്. 3 πr² എന്നാണ് അയാളുടെ ഇക്വേഷൻ. അപ്പം ഇത്രയാണ് ഇക്വേഷൻ പഠിക്കാനുള്ളത്. ഇനി എന്താണ് ഈ പൈ എന്ന് പറയുന്ന ആൾ? വൃത്തവുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അവിടെ വരുന്നൊരു കോൺസ്റ്റൻ്റ് ആണ് പൈ. ഈ പൈക്ക് രണ്ട് വിലകളുണ്ട്. പൈക്കുള്ള രണ്ട് വിലകൾ നമുക്കറിയാം. ഒന്ന് 22/7, പിന്നൊന്ന് പൈയുടെ വില 3.14 എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. 22/7 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 3.14. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മൾ ഈ 22/7 ഉപയോഗിക്കുന്നപ്പോഴാണ് ഈ റേഡിയസ് എന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്കെന്താ 7ൻ്റെ ഗുണിതമായിട്ട് തരാം. 7 അല്ലെങ്കിൽ 35, 7ൻ്റെ ഗുണിതമാണ് 35, മനസ്സിലായ 49, അങ്ങനെ 7ൻ്റെ ഗുണിതമായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇയാൾ 22/7 ഉപയോഗിക്കുക. അല്ലാത്തപ്പോൾ എപ്പോഴും നമ്മൾ 3.14 ആയിരിക്കും ഉപയോഗിക്കുക. പൊതുവെ PSCക്കാർ ചെയ്യുമ്പോഴൊക്കെ ഒന്നെങ്കിൽ 22/7 തന്നെയാണ് ഉപയോഗിക്കുന്നത്. 3.14 വളരെ റെയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻസ് ഇത്രയും തന്നെ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിനോട്ടൊന്ന് വരാം. നമ്മൾ പറഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു. 168 സെൻറ്റിമീറ്റർ വ്യാസമുള്ള അർദ്ധഗോളത്തിൻ്റെ ആകെ ഉപരിതല വിസ്തീർണം എത്രയാണ്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, 168 സെൻറ്റിമീറ്റർ വ്യാസമുള്ള. അപ്പോൾ നമ്മൾ ആദ്യം എഴുതണം വ്യാസം = 168 സെൻറ്റിമീറ്റർ. അപ്പം നമുക്കറിയാം വ്യാസം എത്രയാണോ അയാളുടെ പകുതിയാണ് ആരം. അപ്പോൾ ആരം എത്രയായിരിക്കും? 168ൻ്റെ പകുതി എത്ര? 84 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? കണ്ടോ, ആകെ ഉപരിതല വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ TSA, ആകെ ഉപരിതല പരപ്പളവ് 3 πr² എന്നാണ് ഇക്വേഷൻ. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. പൈ എന്നുള്ളതിന് ഞാൻ വില കൊടുക്കുന്നത് 22/7 എന്നാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ തന്നിരിക്കുന്ന 84 എന്നുള്ളത് 7ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 7ൻ്റെ ഗുണിതമായിട്ട് വരുമ്പോൾ നമ്മൾ 22/7 കൊടുക്കണം. ഇനി നമുക്കെന്താ r² എന്നുള്ളതാണ് നമ്മൾ ഇനി കൊടുക്കുന്നത്. r² എന്ന് വെച്ചാൽ 6 എന്ന് വെച്ചാൽ 84 ആണ്. അപ്പോൾ r² ആകുമ്പോൾ 2 പ്രാവശ്യം കാണിച്ചാൽ മതി. 84 × 84. ഇനി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 7ഉം 84ഉം കൂടെ വെട്ടാം. 84 എന്ന് വെച്ചാൽ 7ൻ്റെ ഗുണിതമാണ്. 12 തവണയുണ്ട്. 10 × 7 70, 11 × 7 77, 12 × 7 84. 12 തവണയുണ്ട്. ഇനി വേറൊന്നുമില്ല. ഇവിടെയുള്ള സംഖ്യകൾ ആരൊക്കെയാണ്? ഒരു 3 ഉണ്ട്, ഒരു 22 ഉണ്ട്, 12 ഉണ്ട്, 84 ഉണ്ട്. ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 44,352 എന്നാണ് എൻ്റെ ആൻസർ കിട്ടുക ഇൻറ്റു ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ B ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം എത്ര? 44,352 എന്ന് കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്,
പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കിട്ടുന്ന വേലിയുടെ നീളം എത്ര? ഞാനപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാം. എന്താണ് ഈ ചുറ്റളവ്, എന്താണ് പരപ്പളവ്? ഞാനിവിടെ ഒരു ചതുരാകൃതിയായ ഫുട്ബോൾ ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഇതിന് ചുറ്റിനും കണ്ടോ, നിങ്ങൾ ഒരു റെഡ് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടല്ലേ? ആ റെഡ് ഔട്ട്ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ റെഡ് ഔട്ട്ലൈനെയാണ് ഞാൻ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആ ചുറ്റിലുമുള്ള ആ വര. അപ്പോൾ നമ്മളിപ്പോൾ ആ ചുറ്റിലുമുള്ള ആ വര, ആ റെഡ് ലൈനിൻ്റെ നേരെ ഒരു കയറ് കിട്ടുന്നിട്ട് വിചാരിച്ചേ, ആ കയറിൻ്റെ നീളത്തിനെയാണ് നമ്മൾ ചുറ്റളവെന്ന് ഉദ്ദേശിക്കുന്നത്. പെരിമീറ്റർ അഥവാ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. ഇനി അതിനകത്തൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇതിനകത്ത് ഈ പച്ചപ്പ് കാണുന്നത് നമുക്കറിയാം ഒരു പുൽമൈതാനമാണ്. അപ്പോൾ ആ അത്രയും സ്ഥലത്തിനെയാണ് നമ്മൾ വിസ്തീർണം അഥവാ പരപ്പളവ്, ഏരിയ എന്ന് പറയും. അപ്പോൾ ചുറ്റുമുള്ള ആളിനെ അല്ലേ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്ഥലത്തിന് ചുറ്റും നമ്മൾ കെട്ടിയിരിക്കുന്ന മതിൽ അഥവാ വേലി, ഇതിനെ ചുറ്റളവ് എന്ന് പറയും. അതിനകത്ത് ഉൾപ്പെടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരപ്പളവ് അഥവാ വിസ്തീർണം എന്ന് പറയുക. ഇത് രണ്ടും കൂടെ മാറിപ്പോകരുത്. ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. അകത്തുള്ള ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്തീർണം അഥവാ പരപ്പളവ് എന്ന് പറയുക. ഇതറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നു. ഇനി നമ്മുടെ ചോദ്യം ഒന്ന് വായിച്ചേ. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ചോദ്യം വായിച്ചതാണ്. അപ്പം ഇനി ഒന്ന് പറഞ്ഞേ. ഈ പുരയിടത്തിൻ്റെ നീളം 50 മീറ്റർ നീളമുണ്ട്. അപ്പം ഞാൻ എഴുതുന്നു നീളം 50 മീറ്റർ. ചതുരമാകുമ്പോൾ വീതി ഉണ്ടാകണേ. വീതി നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ വീതിയെ ഞാൻ ബി എന്ന് തന്നെ, ബ്രെഡ്ത്ത് എന്നുള്ളതിന് ബി എന്ന് തന്നെ എടുത്തിരിക്കുകയാണ്. ഇനി എന്ത് തന്നിട്ടുണ്ട്? പരപ്പളവ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? പരപ്പളവ് 1500 മീറ്റർ ചതുരശ്ര മീറ്റർ തന്നിട്ടുണ്ട്. എന്താണ് ഈ പരപ്പളവിൻ്റെ ഇക്വേഷൻ? ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്താണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. ഇതിനു മുമ്പത്തെ ക്വസ്റ്റിനകത്തൊക്കെ നമുക്ക് കിടപ്പുണ്ട്. മുൻപത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ അത് കാണാം. ഏരിയ ഈക്വൽ ടു അഥവാ വിസ്തീർണം എന്ന് വെച്ചാൽ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ്? L/B എന്നാണ്. ഈ L/B ആണ് നമുക്ക് എത്രയെന്ന് തന്നിരിക്കുന്നത്? 1500 ഉണ്ടോ? അപ്പോൾ L/B ഈക്വൽ 1500. ഈ L/B 1500ൽ L എന്നുള്ള എത്രയാണ്? 50 ആണ്. അപ്പം ഞാൻ എല്ലിന് പകരം എത്ര കൊടുക്കുന്നു? 50. ആ അടുത്തുള്ള എല്ലാം അങ്ങനെയൊക്കെ തന്നെ. ആ ബി അങ്ങനെ തന്നെ ഈക്വൽ 1500, ഒരു വ്യത്യാസമില്ല. ഇനി നമുക്കറിയാം ബി എ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ബി മാത്രം അവിടെ നിർത്തുക. ഈക്വൽ ടു ഇവിടെ ആരുണ്ട്? 1500 ഉണ്ട്. ഞാൻ 1500 അങ്ങനെ തന്നെ എഴുതി. ഈ ഇൻറ്റു 50 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 50 ആവും. കണ്ടോ? നിങ്ങൾക്ക് വെട്ടിക്കളയാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. 0 0 കൂടെ വെട്ടാം അല്ലേ? 5 15 കൂടെ വെട്ടാം 3 തവണ. ആ ഒരു 0 കൂടെ കൊടുക്കും. അങ്ങനെ 30 കിട്ടും നമുക്ക്. കണ്ടോ? അപ്പോൾ 30 കിട്ടി. വീതി എത്രയാണ്? 30. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം. ചുറ്റും കെട്ടുന്ന വേലിയാകുമ്പോൾ ചുറ്റളവല്ലേ? എന്താണ് ചുറ്റളവിൻ്റെ ഇക്വേഷൻ? 2 × L+B എന്നാണ് ചുറ്റളവിൻ്റെ ഇക്വേഷൻ. കണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 2 ഇൻറ്റു എന്നുള്ളത് എത്രയും കണ്ടോ? ഈ 2 × L+Bയിൽ എല്ലും ബിയും കാണിച്ചിട്ടില്ല. ബാക്കി മുഴുവൻ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി എല്ലിന് പകരം വില കൊടുത്തത് എത്ര? എൽ എന്നുള്ളത് 50 ആണ്. പ്ലസ് ബി എന്നുള്ളത് എത്രയാണ്? ബി എന്നുള്ളത് നമുക്കിപ്പോൾ കിട്ടിയ എത്ര? 30 ആണ്. കണ്ടോ? വില കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? 2 ഇൻറ്റു എത്ര? 50 30 കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടാം? 80 എന്ന് കിട്ടാം. 80 × 2 160. അപ്പോൾ എത്ര? ചുറ്റളവ് എന്ന് വെച്ചാൽ എത്ര? 160. അപ്പോൾ വേലി കിട്ടുമ്പോൾ വേലിയുടെ നീളം എത്രയാണ്? 160 മീറ്റർ. നമ്മുടെ എ ഓപ്ഷൻ കിടപ്പുണ്ട്. കണ്ടോ? 160 മീറ്റർ എന്ന് കിടപ്പുണ്ട്. നമുക്കിത് ഇത്രയും നീളത്തിലൊന്നും പോകേണ്ട യാതൊരു കാര്യവുമില്ല. ഇത്രയും വലിച്ചു ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ സാധാരണ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാകുമ്പോൾ നല്ല ആയതുകൊണ്ടാണ് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ, ഇക്വേഷനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിനെ പെട്ടെന്ന് ചെയ്യാം. എന്താണ്? അവിടെ നമുക്ക് കുറച്ച് കാര്യം അറിയണം. അതിനിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചോദ്യം നല്ലോണം വായിക്കണം. ചതുരമാണ്. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ L/B ആണെന്ന് മനസ്സിലാദ്യം വരണം. പിന്നെ എന്നിട്ട് പിന്നെ ചുറ്റളവ് എന്ന് വെച്ചാൽ 2 × L+B ആണെന്ന് മനസ്സിൽ വരണം. ഇത്രയും കാര്യം അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന്. നോക്കിക്കേ. ആദ്യം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നീളം 50 മീറ്റർ എഴുതിയിട്ടു. ഇനി ഞാൻ എഴുതുന്ന പരപ്പളവ് 1500. അപ്പോൾ 1500 ഞാൻ എഴുതിയിടുക. അപ്പോൾ നമുക്കറിയാം നീളവും വീതിയും കൂടെ ഗുണിച്ചപ്പോഴാണ് 1500 കിട്ടിയത് അല്ലേ? അതിൽ നീളം 50 ആണ്. ഒന്നുകിൽ നമുക്ക് ആലോചിക്കാം 50നെ എത്ര വെച്ച് ഗുണിച്ചപ്പോൾ 1500 കിട്ടി, അങ്ങനെ ആലോചിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1500നെ 50 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എന്ത് കണ്ടുപിടിക്കാൻ? വീതി കണ്ടുപിടിക്കാനായിട്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി. കണ്ടോ? അപ്പോൾ നീളം നമുക്ക് 50 ഉണ്ട്, വീതി നമുക്ക് 30 ഉണ്ട്. ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം? ചതുരത്തിന് ചുറ്റളവ് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം ഇത് രണ്ടും കൂടെ അങ്ങ് കൂട്ടുക. 50 30 കൂടെ കൂട്ടുക. എത്രയാ? 80. ആ 80ൻ്റെ ഇരട്ടി അങ്ങോട്ട് പറയുക. 2 ഇൻറ്റു എന്നർത്ഥം. അതാണ് 80ൻ്റെ ഇരട്ടി. എത്രയാണ്? 160.
ചോദ്യം വായിക്കുക. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററും അതിൻ്റെ എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരം 15 സെൻറ്റിമീറ്ററുമായാൽ വിസ്തീർണം എത്ര? നമുക്കപ്പോൾ സാധാരണ ഒരു ത്രികോണം വരച്ച് വയ്ക്കാം. കാര്യം മട്ടത്രികോണം എന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ ഒരു ത്രികോണം ഞാൻ വരച്ച് വെച്ചു. ആ ത്രികോണത്തിൻ്റെ ആ ഒരു പാദം എന്നൊരു വശം നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അഥവാ അതിൻ്റെ താഴത്തെ ഒരു വശത്തിനെയാണ് നമ്മൾ ബി എന്നെടുക്കുക. ഉണ്ടോ? ആ ഒരു വശത്തിനെയാണ് ബി എന്നെടുക്കുന്നത്. എന്തുകൊണ്ട് അതിനെ ബി എന്നെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടോ? ഒരു വശം എന്നുള്ളത് നമ്മൾ ബി എന്നെടുത്തിരിക്കുന്നത്, ആ ബി ആണ് 12 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ടാണ് ആ വശം തന്നെ 12 എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിരിക്കുന്നുണ്ടോ അതിൻ്റെ എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരം കണ്ടോ വരയ്ക്കുന്നുണ്ടോ? എതിർമൂല, ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ലംബ ദൂരം, അതിനെയാണ് എച്ച് എന്ന് പറയുക. കണ്ടോ? ആ എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇതിനെ ബി ആയിട്ടും ഇത് ബി ആയിട്ടും ഇത് എച്ച് ആയിട്ടും എടുത്തിരിക്കുന്നത്. അങ്ങനെ ഏതൊരു ത്രികോണത്തിൻ്റെയും ഒരു വശവും ആ വശത്തേക്കുള്ള ലംബ ദൂരവും കിട്ടിയാൽ അയാളുടെ ഏരിയ അഥവാ വിസ്തീർണം, പരപ്പളവ് എന്നൊക്കെ പറയുന്ന ആളുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് എന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടിയാണ് ഹാഫ് ബി എച്ച്. ഇനി വില കൊടുത്താൽ മാത്രം എന്താണ്? ഹാഫ് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു. ഇൻറ്റു ബി എന്ന് വെച്ചാൽ എത്രയാണ്? 12 ആണ്. ഇൻറ്റു എച്ച് എന്ന് വെച്ചാൽ എത്രയാണ്? 15 ആണ്. ആ 2ഉം 12ഉം കൂടെ വെട്ടാം. 12ൽ എത്ര പ്രാവശ്യമുണ്ട്? 2 6 തവണയുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഈ 6ഉം 15ഉം കൂടെ ഗുണിച്ചാൽ മതി. 15 ഇൻറ്റു 6 എത്രയാണ്? 90 എന്ന് വരും. പിന്നെ വിസ്തീർണമൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയണം? ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയണം. അതാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. വ്യാപ്തമാണെങ്കിൽ ഘന സെൻറ്റിമീറ്റർ അഥവാ ഘന മീറ്റർ എന്നൊക്കെ പറയും. അത് സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ് എന്ന് പറയും. അപ്പോൾ ഇവിടെ വിസ്തീർണമായതുകൊണ്ടാണ് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആൻസർ 90 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കുക, എ ഓപ്ഷൻ കണ്ടോ? 90 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ. ചോദ്യം വായിക്കുക. 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും 9 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാകാം? ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സമചതുരാകൃതിയിലുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു സമചതുരത്തിനെ വരച്ച് കാണിക്കുകയാണ്. സമചതുരം വലിയ സമചതുരമാണ്. അതിൻ്റെ ഒരു വശം 45, അപ്പോൾ മറ്റേ വശവും 45 ആയിരിക്കും. എല്ലാ വശവും 45 ആയിരിക്കും. ചെറിയ സമചതുരം എത്രയാണ്? എല്ലാ വശങ്ങളും 9 ആയിരിക്കും. അപ്പോൾ വലിയ സമചതുരത്തിൻ്റെ ഒരു വശം 45, ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശം 9 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് ഇവിടെ എത്ര എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഈ ആൾ ഒരു 2 ഡയമെൻഷണൽ ഫിഗറാണ്. 2 ഡയമെൻഷണൽ ഫിഗർ ആകുമ്പോൾ എണ്ണം ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഇപ്പം വിസ്തീർണമാണ്. അപ്പോൾ വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണത്തിനെ ചെറിയ സമചതുരത്തിൻ്റെ വിസ്തീർണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി 3 ഡയമെൻഷണൽ ഗോളം, അർദ്ധഗോളം പോലെയാണെങ്കിൽ എണ്ണം ചോദിക്കുമ്പോൾ എന്താണ്? വലിയ വോളിയം ബൈ ചെറിയ വോളിയമാണ്. അപ്പോൾ ഇവിടെ വലിയ വിസ്തീർണം ബൈ ചെറിയ വിസ്തീർണം. അപ്പോൾ സമചതുരമാണ്. സമചതുരത്തിൻ്റെ വിസ്തീർണം എന്താണ്? വശം ഇൻറ്റു വശം എന്നാണ്. അപ്പോൾ വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം എത്രയായിരിക്കും? 45 വശം. അപ്പോൾ 45 ഇൻറ്റു 45 എന്നാണ് വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം. ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശം 9 ആണ്. അപ്പോൾ 9 ഇൻറ്റു 9 നമുക്ക് വെട്ടിക്കളയാം. 9 45 കൂടെ വെട്ടാം. 45 എത്ര പ്രാവശ്യമുണ്ട്? 9 5 തവണയുണ്ട്. അടുത്ത 9 45 കൂടെ അതുപോലെ തന്നെ വെട്ടാം. എത്ര തവണയുണ്ട്? 5 തവണ. അങ്ങനെ 5 ഇൻറ്റു 5 എത്ര കിട്ടും? 25 എന്നാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഡി ഓപ്ഷനിൽ 25 കിടപ്പുണ്ട്. കണ്ടോ? ഇതല്ലാണ്ട് ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ കുട്ടികൾ വായിക്കുന്നത് 45 സെൻറ്റിമീറ്ററിനെ അതിൻ്റെ അകത്ത് 9 നോക്കുമ്പോൾ 45/9 5 എന്ന് തോന്നാം. അതാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ 5 കിടക്കുന്നത്. അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ആളുകൾ 2 കാര്യം ഓർത്തിരുന്നോണം. 2 ഡയമെൻഷണൽ ഫിഗറാണ് തരുന്നതെങ്കിൽ എണ്ണം ചോദിക്കുമ്പോൾ വലിയ വിസ്തീർണം ബൈ ചെറിയ വിസ്തീർണം. 3 ഡയമെൻഷണൽ ഗോളം, അർദ്ധഗോളം, ക്യൂബ് അങ്ങനെയുള്ള 3 ഡയമെൻഷണൽ ഫിഗറാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എണ്ണം കണ്ടുപിടിക്കാൻ വലിയ വ്യാപ്തം ബൈ ചെറിയ വ്യാപ്തം. ചോദ്യം വായിക്കുക. ചിത്രത്തിൽ ചാപം ABC അഥവാ ആർക്ക് ABC യുടെ അളവ് 260 ഡിഗ്രി ആയാൽ
ആംഗിൾ എ സി ബി അഥവാ കോൺ എ സി ബിയുടെ അളവ് എത്ര? ഒരു പടവും നമുക്ക് തന്നിട്ടുണ്ട്. ഞാനിത് മനസ്സിലാകുന്നതിനായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം പഠിപ്പിക്കുകയാണ് ആദ്യമേ. അത് ഞാനൊരു വൃത്തം വരയ്ക്കുകയാണ് കേട്ടോ. വൃത്തത്തിലെ ഒരു 3 പോയിന്റുകൾ ഞാൻ ആദ്യം കാണിക്കുന്നു. ഇവിടെ O വൃത്ത കേന്ദ്രം, ഇവിടെ A എന്നൊരു ബിന്ദു, ഒരു B എന്ന് പറയുന്നത്, C എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ആ നീളത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ചാപം ABC. കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെയുള്ള എൻ്റെ പേരാണ് ചാപം ABC. ഞാനിവിടെ വേറൊരു പോയിന്റ് വരച്ചു കൂടി കണ്ടോ. അപ്പോൾ ഈ ABC ഇവിടുന്ന് ഇവിടം വരെ ഉള്ളല്ലോ അല്ലേ. ഈ ABC അല്ലാതെ കണ്ട് മിച്ചം ഇത്രയില്ലേ, അതിൻ്റെ പേരാണ് എതിർചാപം. അതിനെന്ത് വയ്ക്കാം? ADC. കണ്ട, ഇങ്ങനെ ADC എന്ന് പറയാം. അപ്പം ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഏതൊരു വൃത്തത്തിൻ്റെയും ഒരു ചാപവും എന്ന് വെച്ചാൽ നമ്മൾ ഈ എടുത്താണ് ചാപം, അതിൻ്റെ മിച്ചമുള്ള വശമാണ് അതിൻ്റെ എതിർചാപം. ആ എതിർചാപവും കൂടെ ചേർന്നാൽ 360 ഡിഗ്രി ആയിരിക്കും. ഏതൊരു വൃത്തത്തിലെയും ചാപവും എതിർചാപവും ചേർന്നാൽ 360 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താണാവോ, ഇനി നമുക്കിനി അറിയേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഇനി ഞാനിപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഒരു D കേന്ദ്രമായിട്ടൊരു വൃത്തം വരയ്ക്കുന്നത്. D എന്ന് പറയുന്ന പോയിന്റിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഒരു കോൺ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കോണിൻ്റെ പേരാണ് വൃത്തത്തിലെ കോൺ. അപ്പോൾ ഈ കോണിൻ്റെ പേര് വൃത്തത്തിലെ കോൺ എന്നാണ്. ഉണ്ടോ, ഇത് വൃത്തത്തിലെ കോൺ എന്നാണ് ഇയാളെ പറയുക. ഇനി ഞാൻ ആ വൃത്ത കേന്ദ്രം അടിസ്ഥാനപ്പെടുത്തി ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകണം. കണ്ടോ, അതിൻ്റെ പേര് കേന്ദ്രബിന്ദു അടിസ്ഥാനപ്പെടുത്തി വരച്ചുകൊണ്ട് ഇയാളുടെ പേരാണ് കേന്ദ്രകോൺ. ഇനി എന്താണ് പഠിക്കേണ്ട നിയമം? ഈ ചാപം കണ്ടോ, ഈ ചാപം എത്ര ഡിഗ്രിയാണോ അത് തന്നെയായിരിക്കും ഈ കേന്ദ്രകോണും. കണ്ടോ, ഇപ്പം ചാപം ഞാൻ പറയുന്നത് 80 ഡിഗ്രിയാണ്. ഈ ചാപം 80 ഡിഗ്രി ആണെങ്കിൽ ഈ കേന്ദ്രകോണും എത്ര ഡിഗ്രി ആയിരിക്കും? 80 ആയിരിക്കും. ഇനി എത്ര ഡിഗ്രിയാണോ ഈ കേന്ദ്രകോൺ, ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടുത്തെ കോൺ. അപ്പോൾ 80ൻ്റെ പകുതി എത്രയാണ്? 40 ആണ്. അപ്പോൾ 2-3 കാര്യം പഠിക്കാനുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ചാപം നമ്മൾ പറഞ്ഞു, ഇവിടെ താഴെ നമ്മളൊരു ചാപം വരച്ചിട്ടുണ്ട്. ആ ചാപം ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ എന്തൊക്കെ ഒന്ന് തൂക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ആണോ, ഇവിടെ ഈ ചാപം ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം എത്രയാണോ അത് തന്നെയായിരിക്കും ഈ കോണും. ഇനി ഈ വന്നിരിക്കുന്ന കോൺ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും വൃത്തത്തിലെ കോൺ. ഇത്രയും കാര്യം അറിയാമെങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ആൾ എന്താണ്? ഒരു ചാപവും അതിൻ്റെ എതിർചാപവും കൂട്ടിയാൽ 360 ഡിഗ്രി. ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ടൊന്ന് വരാം. നോക്കിക്കേ, ഇനി നമ്മുടെ ചോദ്യം ഞാൻ വായിക്കണ്ടോ. ചിത്രത്തിൽ ചാപം ACB എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെയുള്ള ആളാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എതിർചാപമാണ് ഈ കാണുന്ന APB. ശ്രദ്ധിച്ചോ നിങ്ങൾ. അപ്പോൾ ആ 2 ചാപങ്ങൾ ഏതൊക്കെയാണ്? ACB എന്ന് പറയുന്നതും APB എന്ന് പറയുന്നതുമാണ്. അവ തമ്മിൽ കൂട്ടി എത്ര കിട്ടും നിങ്ങൾ പഠിച്ചത്? 360 കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ ACB എത്രയാണെന്ന് നമുക്കറിയാലോ. ACB എത്രയാണ്? 260 ആണ്. പിന്നെ ആ APBയും 360 അവിടെ ഇട്ടാൽ മതി. കാര്യം നമുക്കപ്പോൾ തന്നെ കിട്ടിയ ആൻസർ 100 കിട്ടി എന്നാലും ഞാൻ പറയുന്നു. അപ്പോൾ ചാപം APB എത്രയായിരിക്കും? 360 ഈ പ്ലസ് 260 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് അല്ലേ 260 കിട്ടും. അപ്പോൾ നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടി. കണ്ടോ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ചാപം കണ്ട ഇവിടുന്ന് ഇവിടം വരെയുള്ള ചാപമാണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 100 ഡിഗ്രി. ഇപ്പോൾ പഠിച്ചു, ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ അളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 100 തന്നെ ആയിരിക്കണം. അതും 100 തന്നെ ആയിരിക്കണം. ഇനി ഇത് 100 ആണെങ്കിൽ ഇതിൻ്റെ പകുതിയല്ലേ ഇവിടെ വരിക. അപ്പോൾ ഇവിടെ എത്ര വരണം? ACB എന്ന് പറയുന്നത് 50 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ACB എന്ന് പറയുന്ന കോൺ ആണ്. അത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. നമ്മുടെ ഓപ്ഷനിൽ B എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അത് കിടപ്പുണ്ട് 50 ഡിഗ്രി. അപ്പോൾ ആദ്യമായി ഞാൻ വരച്ച് പറഞ്ഞു തന്ന ആ കോണുകളെക്കുറിച്ച് ഒരു ചാപവും എതിർചാപവും കൂട്ടിയാൽ 360 ഡിഗ്രി. പിന്നെ ചാപം ഏതാണോ ആ ചാപത്തിൻ്റെ അളവും അതിൻ്റെ കേന്ദ്രകോണും തുല്യമായിരിക്കും. കേന്ദ്രകോണിൻ്റെ പകുതി ആയിരിക്കും വൃത്തത്തിലെ കോൺ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ച ശേഷം ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ. ചോദ്യം വായിക്കുക. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. എന്നാൽ നീളം എത്ര? നമുക്കിത് 2 തരത്തിൽ ചെയ്യാം. ഞാൻ ആദ്യം ചെയ്യുന്നത്, ഇത് കൂടുതൽ ആളുകളും കാണുന്നത് സാധാരണ മാത്സ് ഒരുപാട് അറിയാത്ത ആളുകളാണ് ഇപ്പോൾ വീഡിയോസ് കാണുന്നത്, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ചെറിയ മെത്തേഡായ
ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡും കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പം 2-3 പേരൊക്കെ എനിക്ക് ഇതിനകത്ത് മെസ്സേജൊക്കെ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, സാറേ ഇത്രയും വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ പറയുന്നു വീണ്ടും, ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രം ചെയ്യാനാണെങ്കിൽ ഇതിലൊരു നല്ല ശതമാനം പേർക്ക് മനസ്സിലാകില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുക, അതിനുവേണ്ടിയാണ് എൻ്റെ യഥാർത്ഥ മെത്തേഡ് കാണിച്ചു തരുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മളിതിനൊപ്പം കാണിക്കുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്ത് ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് എല്ലാവരും വരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വായിക്കുക. എന്താണ്? L/B, നീളം ഈസ്റ്റു വീതി എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര? 7:4. ഞാൻ എഴുതുന്നു 7:4. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നീളം എന്നുള്ളത് ആരാണ്? നീളത്തിന് നേരെയുള്ള സംഖ്യ 7 അല്ലേ? അപ്പം 7x എന്ന് എടുക്കണം. വീതി എന്നുള്ളത് ആരാണ്? വീതിക്ക് നേരെയുള്ളത് 4. അപ്പം B = 4x. ഇനി നമ്മുടെ ചോദ്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? കണ്ടോ, നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. ഈ കൂടുതലാണ് കുറവാണ് എന്ന് പറയുന്നതിന് എൻ്റെ ഉദ്ദേശം എന്താണ്? അവ തമ്മിലുള്ള വ്യത്യാസമാണ്. നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസമാണ് 15 മീറ്റർ. മനസ്സിലായോ? അതാണ് എപ്പോഴും ഓർത്തിരുന്നു. കൂടുതലാണ് കുറവാണ് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ വ്യത്യാസം. L-B എന്ന് 15 എന്ന് പറയുന്നതിന് തുല്യമാണ് നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ് എന്ന് പറയുന്നത്. അപ്പോൾ L-B = 15. ഇനി L എന്നുള്ളത് ആരാണ്? ഇവിടെ L എന്നുള്ളത് 7x ആണ്. അപ്പോൾ Lന് പകരം നമുക്ക് 7x കൊടുക്കാം. B എന്നുള്ളത് 4x ആണ്. ഉണ്ടോ? അപ്പം -4x കൊടുത്തു. അതാണ് നമ്മുടെ 15. ഇനി 7x 4x പോയാൽ 3x. 3x = 15. അപ്പോൾ x എത്രയായി? x എന്നുള്ളത് 15. ഇവിടെയുള്ള ഇൻറ്റു 3 അങ്ങോട്ട് പോകുമ്പോൾ /3 ആവും. 15/3 എത്രയാണ്? 5. കണ്ടോ? ഇനി നീളമാണ് ചോദ്യം. നീളം എന്ന് വെച്ചാൽ എത്രയാണ്? കണ്ടോ, ഇതാണ് നീളം. കണ്ടോ, 7x എന്നാണ്. അപ്പോൾ എത്ര നീളം? x എന്ന് വെച്ചാൽ 7x കണ്ടുപിടിക്കുന്നു. 7 × 5. എക്സിൻ്റെ വില 5 എന്നാണ്. അപ്പോൾ 7x എന്നാകുമ്പോൾ 7 × 5 അല്ലേ? 7 × 5 എത്ര കിട്ടി? 35 എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ A ഓപ്ഷനാണ്. കണ്ടോ, A ഓപ്ഷൻ 35 കിടപ്പുണ്ട്. ഇനി നമുക്കിത് ഷോർട്ട് കട്ട് മെത്തേഡിലും ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അംശബന്ധം കൊണ്ട് എഴുതിയിട്ട് 7:4. ഈ അംശബന്ധങ്ങൾ തരുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എന്താണ്? 15 മീറ്റർ കൂടുതലാണെന്ന് വെച്ചാൽ ഇവയുടെ വ്യത്യാസമാണ് 15 നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ വ്യത്യാസമോ എന്താണോ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ ആ 15 അങ്ങോട്ട് എഴുതിയിടുക. ഉണ്ടോ? എഴുതിയിട്ടു. ഇനി എന്താണ്? ഇവയുടെ വ്യത്യാസമാണ് 15 എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഈ അംശബന്ധങ്ങളുടെ വ്യത്യാസം പറയണം. 7 - 4 എത്രയാണ്? 3. ആ 3 ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം തുകയെന്നാണ് പറയുന്നതെങ്കിൽ 7 + 4 എന്നെടുത്തേനെ. ഇത് വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ വ്യത്യാസം എടുക്കണം. 15/3. ആ 3 വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി 15/3 എത്രയാണ്? നമുക്കറിയാം 15/3 5 അറിയാം അല്ലേ? നമുക്ക് വേണ്ടത് നീളമാണ്. നീളത്തിന് നേരെയുള്ള സംഖ്യ ആരാണ്? 7. അപ്പോൾ ഇൻറ്റു 7 എന്നൂടെ കാണിച്ച് തീർന്നു. ഉണ്ടോ? 3ഉം 15ഉം കൂടെ നമ്മൾ വെട്ടിക്കളയുന്നു. അപ്പോൾ 5 എന്ന് കിട്ടും. 5 × 7 എത്ര? 35. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ എടുക്കാൻ പറ്റും. ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് മാറാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ. ചോദ്യം വായിക്കുക. ഒരു റോംബസിൻ്റെ വിസ്തീർണം 240 cm² ആണ്. ഡയഗണലുകളിൽ ഒന്ന് 16 cm ആണ്. മറ്റൊരു ഡയഗണൽ കണ്ടെത്തുക. അപ്പോൾ എന്താണ് റോംബസ് എന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. അപ്പം റോംബസ് എന്ന് വെച്ചാൽ എന്താണ്? സമഭുജ സാമാന്തരികം. അതിനെയാണ് നമ്മൾ റോംബസ് എന്ന് പറയുക. എന്ന് വെച്ചാൽ എന്താ? സമചതുരം പോലെയൊക്കെ തന്നെ ഇരിക്കും, ചരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ. ഉണ്ടോ? ഞാൻ ആ ഫിഗർ വരയ്ക്കുകയാണ്. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് സമചതുരം പോലെയൊക്കെ തന്നെയാണ് ചരിഞ്ഞിരിക്കുന്നത്. സമഭുജ സാമാന്തരികം എന്ന് വെച്ചാൽ ഇവിടെ 4 വശങ്ങൾ തുല്യം തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം കൂടെ മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഇക്വേഷൻ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ആവശ്യമുള്ള ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ 2 വികരണങ്ങളുണ്ട്. ഇതാണ് വികരണം എന്ന് പറഞ്ഞത്, ഡയഗണൽ. അതാണ് ഡയഗണൽ എന്നവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നാമത്തെ ഡയഗണൽ D1, രണ്ടാമത്തെ ഡയഗണൽ D2. ഉണ്ടോ? അപ്പോൾ ഈ D1 D2 എന്ന് പറയുമ്പോൾ എന്താണ്? വികരണങ്ങളെയാണ് D1 D2 എന്ന് പറയുന്നത്. ഇനി എന്താണ്? വികരണങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, പരപ്പളവ് അഥവാ വിസ്തീർണം അഥവാ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് D1 D2 എന്ന് വെച്ചാൽ D1 D2 വികരണങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ആ കിട്ടുന്ന ആളുടെ പകുതി എടുക്കണം. ഇതാണ് എൻ്റെ ഇക്വേഷൻ.
അപ്പോൾ നമുക്ക് നമ്മൾ ഇനി ചോദ്യത്തിലോട്ട് വരാം. ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിൽ വെച്ചേര്. വികരണങ്ങൾ തന്നാൽ വിസ്തീർണം ½ d1 d2. നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ കാണാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയും. എന്താണ് ഇനി ചോദ്യം വായിക്കുക. റോംബസിൻ്റെ റോംബസ് എന്ന് അവർ പറയേണ്ട കാര്യമില്ല, സമഭുജ സാമാന്തരികം എന്നാണ് കറക്റ്റ് മലയാളം. റോംബസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ്. ഇവിടെ ഡയഗണൽ എന്നുള്ളതും ഇംഗ്ലീഷ് വാക്കാണ്. അപ്പം നമുക്കിവിടെ വിസ്തീർണം തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ½ d1 d2. നമ്മളിപ്പോൾ പഠിച്ചില്ലേ വിസ്തീർണത്തിന് ഇക്വേഷൻ എന്താണ്? ½ d1 d2. ആ ½ d1 d2 ആണ് എത്ര? 240 എന്ന് തന്നിരിക്കുന്നത്. ഇതാണ് ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്നത്. പിന്നെന്താണ്? ഡയഗണലുകളിൽ ഒന്ന് എന്ന് വെച്ചാൽ d1 എന്ന് പറയുന്ന ആദ്യത്തെ ഡയഗണൽ നമുക്ക് എടുക്കാം. d1 എന്ന് പറഞ്ഞാൽ 16. d1 ഉം d2 ആണല്ലോ ഡയഗണലുകൾ, വികരണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒരാളെ തന്നിട്ടുണ്ട്, വിസ്തീർണം തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വികരണം എത്രയെന്ന് ചോദിച്ചപ്പോൾ d2 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് ഈ ഇക്വേഷനകത്ത് വിലയിട്ടൊന്ന് കൊടുക്കാം. ഹാഫ് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു കേട്ടോ, ഹാഫിനെ അങ്ങനെ തന്നെ കാണിച്ചു. ഇൻറ്റു ഈ d1 എന്നുള്ള എത്ര? 16 അല്ലേ? അപ്പം ഞാൻ ആ d1ന് പകരം 16 എന്ന് കൊടുത്തു. ഇനി d2 അറിയില്ല, d2 നമുക്ക് കണ്ടുപിടിക്കണം. d2 അവിടെ നിന്നോട്ടെ. ഈക്വൽ ടു അതാണ് 240. അപ്പോൾ അവിടെ എന്താ? d1 d2ൻ്റെ സ്ഥലത്തേക്കുള്ള അറിയാവുന്ന വിലകൾ കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഈ 2ഉം 16ഉം കൂടെ വെട്ടിക്കൂടെ? 16 എത്ര പ്രാവശ്യമുണ്ട്? 2 8 തവണയുണ്ട് എന്താ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 8 ഇൻറ്റു d2 ആണ് 240. അപ്പോൾ d2 എങ്ങനെ കണ്ടുപിടിക്കാം? d2 ഈക്വൽ ടു അവിടെയുള്ള ഈ 240 കാണിക്കുക, ഇൻറ്റു 8 എന്ന് പറയുന്ന ഇവിടെ ഒരാളുണ്ട്, അയാൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 8 എന്നാവും. ഉണ്ടോ? നമുക്കറിയാമല്ലോ വെട്ടാനായിട്ട് എങ്ങനെയാണ്? 8ഉം 24ഉം കൂടി. 24 എത്ര പ്രാവശ്യമുണ്ട്? 3 തവണയുണ്ട്. ആ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 30 എന്ന ആൻസർ വന്നു. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ബി ഓപ്ഷൻ കിടക്കുന്നത് 30 എന്നാണ്. ഓക്കെ. ചോദ്യം വായിക്കുക. ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാവും? അപ്പോൾ ഇങ്ങനെയുള്ള ഈ 50% വർധനമൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം നിങ്ങൾ ആദ്യം ഓർക്കുന്നത് ഒരു വൃത്തം ഓൾറെഡി ഇവിടെ ഉണ്ട്. ഒരു വൃത്തമുണ്ട്, അയാൾക്ക് ആരമുണ്ട്, വിസ്തീർണമുണ്ട്, ചുറ്റളവൊക്കെ ഉള്ള ഒരു വൃത്തം ഓൾറെഡി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഉള്ള വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാലെന്നാണ്. ഇപ്പം നിങ്ങളൊരു വൃത്തം വരച്ച് വെച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൻ്റെ ആരത്തിനേക്കാളും 50% കൂടുതലായിട്ടുള്ള ആരം എടുത്ത് മറ്റൊരു വൃത്തം വരച്ചാൽ വിസ്തീർണം എത്ര വർദ്ധിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഒരു നമ്മൾ പറഞ്ഞു ഇനിഷ്യലായിട്ടൊരു വൃത്തം ഉണ്ട്, ആ വൃത്തത്തിൻ്റെ വിസ്തീർണത്തിനെ നമ്മൾ 100 എന്നങ്ങ് എടുക്കണം. ഇങ്ങനെയുള്ള ശതമാനം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഇതാണ്. എന്നിട്ട് ഇവിടെ ആരം എത്ര ശതമാനം വർദ്ധിച്ചു? 50% വർദ്ധിച്ചു എന്നാണ് അല്ലേ? 50% വർദ്ധിച്ചു എന്നാണ്. 50% വർദ്ധിക്കുന്ന വെച്ചാൽ നിങ്ങൾക്കറിയാം എത്ര? 150% എന്നാണ്. ഇത് കഴിയുമ്പോൾ പലപ്പോഴും ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ പണ്ടെടുക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇത് ചെയ്യുന്നതിന് ഇക്വേഷൻ വേണം കേട്ടോ. ഏരിയ ഈസ് ഈക്വൽ ടു πr². കാര്യം ഇത് 2-3 പേരൊക്കെ ഈ വോളിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് തെറ്റിക്കുന്നുണ്ട്. ഇവിടെ ഇക്വേഷൻ ഇല്ലാതെ ചെയ്യുന്നത് മണ്ടത്തരാണ്. ചില ആളുകൾ പെട്ടെന്ന് 2 കട്ടിങ് ഒക്കെ ഇട്ട് കാണിച്ചു തരും. തെറ്റാണ്. കാര്യം ഇതിൻ്റെ അകത്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ കാര്യം വ്യാപ്തം വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്തൊന്നും ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ടിട്ടൊന്നും കിട്ടുന്നില്ല ആർക്കും. അപ്പോൾ ഇതിന് ഒറിജിനൽ മെത്തേഡ് ഇങ്ങനെയാണ്. ഏത് ഫിഗർ പറയുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ചെയ്തിട്ട് അവിടെയുള്ള കോൺസ്റ്റൻസ്, ഇപ്പോൾ 4/3 πr³ എന്നാണെങ്കിൽ 4/3 പൈയും വെട്ടിക്കളയുക, r³ മാത്രം എടുക്കുക. അപ്പം ഇക്വേഷനകത്ത് സംഖ്യ ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക. ഇവിടെ ഒരു സംഖ്യ ഉണ്ട് കണ്ടോ, പൈ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. പൈ വെട്ടിക്കളയുക. ആ πr² ആണ് പൈ വെട്ടിക്കളഞ്ഞു, മിച്ചമുള്ളതാരാ? r². r² ആണ് നമുക്കിവിടെ ഫംഗ്ഷൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഏരിയ അങ്ങോട്ട് എടുക്കണം, 100 ഇൻറ്റു ഇനി ഈ r² നമുക്ക് എഴുതണം. r² നമ്മൾ r എത്രയാണ്? 150/100. r² ആകുമ്പോൾ 2 പ്രാവശ്യം കാണിച്ചാൽ മതി. കണ്ടോ, 150/100 ഇൻറ്റു 150/100. അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് അതിൻ്റെ ആശയം. ഇക്വേഷൻ എഴുതുക, ഇക്വേഷനകത്ത് സംഖ്യ വെട്ടിക്കളയുക, അതിനുശേഷം ആ വേരിയബിളിനെ ആക്ട് ചെയ്യിക്കുക, ആ വേരിയബിളിന് വില ഇട്ട് കൊടുക്കുക. അത്രയുള്ള കാര്യം ഉണ്ടോ? ഇനി നമുക്ക് എന്താ 100 വെട്ടിക്കളയാൻ പറ്റും. 100 നമ്മൾ വെട്ടി. പിന്നെ എങ്ങനെ? 150ൻ്റെ ഒരു 0, ഇതിവിടെ 100ൻ്റെ ഒരു 0 വെട്ടിയിട്ടുണ്ട്. അടുത്ത 150 ഉണ്ട്, അതിൻ്റെ ഒരു 0വും അടുത്ത 0 കൂടെ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു 15, ഇവിടെയും ഒരു 15. 15 ഇൻറ്റു 15 എന്ന ആൻസർ 225 കിട്ടി. അപ്പോൾ 225 കിട്ടിക്കഴിഞ്ഞാൽ 225% എന്നല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം കിട്ടി 225 അവിടെ എഴുതണം. എന്നിട്ട് ഇവിടെ ഇനിഷ്യൽ ഒരു ഏരിയ ഉണ്ടല്ലോ, ആദ്യം ഒരു ഏരിയ എത്രയുണ്ട്? 100 ഉണ്ട്. അതങ്ങോട്ട് കുറക്കണം. 225 - 100 ഏതാണോ വലുത് അത് കുറക്കുക.
അത്രേ ഉള്ളൂ. ഇപ്പോൾ 225 വലുതായത് 225 മൈനസ് 100, അപ്പോൾ എത്ര കിട്ടി? 125. അപ്പോൾ എത്ര ശതമാനം വർധനമുണ്ടായി? 125% വർധനമുണ്ടായി. ബി ഓപ്ഷൻ നോക്കുക, 125% കിടപ്പുണ്ട്.